ഇന്ന് വിഭൂതി ബുധനാണ്. അപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കണേണ്. 6 മണിക്കും 7 മണിക്കും 7:45 കുർബാന കാണാതെ എന്താണ് കാഴ്ച കണ്ട് നിൽക്കണമെന്ന് ആലോചിക്കേണ്ട. 6 മണിക്കത്തെ കുർബാന കഴിഞ്ഞിട്ടില്ല, പള്ളിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണേണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ പള്ളിയിലോട്ട് പോയത്. അങ്ങനെ 7 മണിക്കുള്ള കുർബാന 7:10 തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ കുർബാന കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ പേരൊക്കെ പഴുത്ത് കിടക്കണം. പിന്നെ അത് പൊട്ടിച്ചിട്ട് ഞങ്ങൾ തിന്നിട്ടാണ് പിന്നെ അകത്തോട്ട് കയറിയത് കേട്ടോ. ഡോറ് തുറന്ന് നല്ല അടിപൊളി പേരൊക്കെ എന്നിട്ടാ. ഇച്ചായി പറഞ്ഞ് അയ്യോ എനിക്ക് കുറഞ്ഞു പോയി, കുറച്ചുകൂടി എൻ്റെ അടുത്ത് കടിച്ചെടുക്കട്ടെ എന്നുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കടിച്ചെടുത്ത് വാങ്ങിയെടുത്തോണ്ട് പോവുകയും ചെയ്തിട്ടാ. അങ്ങനെ പിന്നെ ഇന്ന് നോൻപായതുകൊണ്ട് ഇന്ന് മീൻ വിഭവങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല, ഇറച്ചി മീനൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചമ്മന്തിയും ഇഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡലിയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇച്ചായ്ക്ക് ഇഡലിനോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കും. എനിക്ക് ഇഡലിയാണ് ഇഷ്ടം ദോശയിലും. ഇച്ചായ്ക്ക് മസാല ദോശ, നെയ് റോസ്റ്റ് അതൊക്കെയാണ് ഇഷ്ടം. പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. അപ്പോൾ ഇന്ന് ചക്കക്കുരു തക്കാളി മുരിങ്ങാക്കോലി ചാറ് വെക്കാന്ന് വിചാരിച്ചു. കുറച്ച് തക്കാളി നമ്മുടെ വീട്ടിലുണ്ടായതാണ്, പിന്നെ അതേപോലെ തന്നെ അച്ചിങ്ങി നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. പിന്നെ ചക്കക്കുരു പറയണ്ടല്ലോ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയുടെ ചക്കക്കുരുവാണ്. അതിൻ്റെ ഇടയ്ക്ക് പണിയെടുത്ത് ക്ഷീണിച്ചപ്പോഴത്തേക്ക് നാരങ്ങ വെള്ളം കുറച്ച് ഉപ്പിട്ട് കുടിച്ചിട്ട സോഡ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുടിച്ചു. പിന്നെ കറികളെല്ലാം റെഡിയാക്കി എടുത്തു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണ്. പിന്നെ ചായ കിടന്ന് ഉറങ്ങണമായിരുന്നു കേട്ടോ ഞാൻ ഈ പണികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും. അങ്ങനെ കറികളെല്ലാം റെഡിയായി. മുരിങ്ങാക്കോലും തക്കാളിയും ചക്കക്കുരു ചാറും റെഡിയായി. അതുപോലെ തന്നെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും റെഡിയായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.